രാവിലെ 5 മണിക്ക് ഞാൻ കോഴിക്കോട് നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. മുൻപത്തെ രാമേശ്വരം ഊട്ടി ട്രിപ്പ് പോലെയല്ല, ഇപ്രാവശ്യം ഫുൾ പ്ലാൻ സെറ്റാക്കി തന്നെയാണ് ഇറങ്ങിയത്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഒറ്റപ്പാലം വഴിയാണ് പാലക്കാടിലേക്ക് പോകുന്നത്. പറയാതെ വയ്യല്ലോ, പോകുന്ന വഴി നല്ല മോശം വഴിയായിരുന്നു. എന്നാലും ഇതുപോലെ കാണുന്ന വലിയ മലകളെ കണ്ടപ്പം കുറച്ചൊക്കെ സന്തോഷം തോന്നി. ഒറ്റപ്പാലത്ത് എത്തിയപ്പോൾ ഒരു ടീ ബ്രേക്ക് എടുത്തു. 2 ചായയ്ക്ക് ശേഷം ഞാൻ റൈഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വിചാരിക്കുന്നില്ല, കാരണം കൊല്ലങ്കോട്ടിലുള്ള ഒരു കട ഞാൻ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കടയെ കുറിച്ച് വീഡിയോയിൽ പിന്നെ പറയാം. 9 മണിയോട് അടുപ്പിച്ച് പാലക്കാടിലെ എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കൊല്ലങ്കോട്ടിലെ താമരപ്പാടത്ത് ഞാൻ എത്തി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താമരപ്പാടത്തേക്ക് വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് സമയത്താണ്. കുറേ നേരത്തിന് ശേഷം ഞാൻ താമരപ്പാടത്ത് നിന്നിട്ട് ഇറങ്ങി പോകുന്ന വഴിയാണ് സീതാർകുണ്ട് വാട്ടർഫാൾസ് ഉള്ളത്. ഒരു 1 ഡേ ഡ്രൈവിൽ ചില സ്ഥലങ്ങൾ എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്ഥലമാണ് സീതാർകുണ്ട് വാട്ടർഫാൾസ്. ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ചൂട് ഇഡലിയൊക്കെ കഴിച്ച് അടുത്തായിട്ട് പെരിങ്ങോട്ടുശ്ശേരി കളത്തിലോട്ട് പോയി. താമരപ്പാടത്ത് നിന്നും നെല്ലിയാമ്പതിയുടെ ഒരു വൈഡ് വ്യൂ കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റും. അടുത്തായിട്ട് ചെങ്ങൻസിറ അമ്പലം. ആൽമരം നിറഞ്ഞു കിടക്കുന്ന അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ചുറ്റിൽ ഇരുട്ട് നിറയും. ശരിക്കും ഒരു ഒടിയൻ വൈബ്. ആൽബം സോങ് ആയിട്ടുള്ള സുന്ദരിയവ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ ലാലേട്ടന്റെ ഒടിയനും. അമ്പലത്തിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാമായിരുന്നു. ശരിക്കും ഒരു അമ്പലമണൊക്കെ കിട്ടി. അടുത്തതായിട്ട് മലയാള സിനിമകളിൽ മാത്രം കണ്ടുവരിച്ചുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, മുതലമട റെയിൽവേ സ്റ്റേഷൻ. കൊല്ലങ്കോട് നിന്നും 10 കിലോമീറ്റർ മാറിയിട്ടാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാൻ മുതലമട റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. ലഞ്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഈ റൈഡിലെ അവസാനത്തെ ലൊക്കേഷനായിട്ടുള്ള പാലക്കാട് കവയിലോട്ട് ഞാൻ ഇറങ്ങി. അപ്പോഴേക്കും മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 4 മണിയോട് അടുപ്പിച്ച് പാലക്കാട് കവയിൽ ഞാൻ എത്തി. കവയിലോട്ട് ബൈക്ക് ഇറക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് കവയിലോട്ടുള്ള എൻട്രി മലമ്പുഴ ഡാം അതോറിറ്റി ഒരാഴ്ച മുമ്പ് ക്ലോസ് ചെയ്തു എന്നറിഞ്ഞത്. ഡിസപ്പോയിൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ കുറച്ച് പേരെ പരിചയപ്പെട്ടത്. പാലക്കാട് കവ. അപ്പോൾ കവയിൽ എന്ന സമയത്ത് നമുക്ക് കുറച്ച് ബ്രോനെ പരിചയപ്പെടാൻ പറ്റി. ഇതാണ് ആളുകൾ. ഓക്കെ, പേര് പറയും. അസീസ്, അനീഷ്, പ്രജീഷ്. 3 പേരും ഇഷ്ടങ്ങളാണ്. ചേട്ടന്മാർ പറഞ്ഞാണ് ഞാൻ തെക്കേ മലമ്പുഴയെ കുറിച്ച് അറിയുന്നത്. കവ വഴി തെക്കേ മലമ്പുഴയിലോട്ട് ഈ മഴയത്തുള്ള റൈഡ് എനിക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറേ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ 4 ഭാഗത്തായിട്ട് കോടയിൽ മൂടിക്കിടക്കുന്ന നെല്ലിയാമ്പതി മലകളുടെ ഒരു വ്യൂ. ഈ റൈഡ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അവസാനിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇതിന് 3 സ്ഥലം വേറെ ഇല്ല. ഫസ്റ്റ് ടൈം ഇച്ചാതി വൈബ്. തെക്കേ മലമ്പുഴ മസ്റ്റ് വിസിറ്റ് സ്പോട്ട്. മൺസൂൺ സമയങ്ങളിൽ ജൂലൈ തൊട്ട് ഓഗസ്റ്റ് പകുതി വരെയാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സമയമൊന്നും. അത് കഴിഞ്ഞ് ചുറ്റിലും വെള്ളം നിറയുന്നു അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. 5:30 ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട്. അങ്ങനെ ഈ ഒരു ദിവസം ആകെ മൊത്തം 393 കിലോമീറ്റർ ഓടി രാത്രി 9 മണിയോട് അടുപ്പിച്ച് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.